നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേഹം ആസകലം പൊള്ളിക്കിടക്കുന്ന മധുവിനോട് അവന്റെ ചേച്ചി ചൂള ഉഷ ചോദിച്ചു, നിന്നെ ആരാടാ ഈ പണി ഏൽപ്പിച്ചതെന്ന്. അവർക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ലേന്ന്. ഈ ചികിത്സയ്ക്കും വീട്ടു ചെലവിനും ഒക്കെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാന്നേ. ഈ മധു പറഞ്ഞ മറുപടി കേട്ട് ഉഷ തന്നെ ഞെട്ടിപ്പോയി. അവനെ ഈ പണി ഏൽപ്പിച്ചവര് തന്നെ അവനെ ഈ നിലയിലാക്കിയതെന്ന്. ആളാരാന്ന്? ആരാ ബാലേന്ദ്ര? ശാരദ അമ്മയുടെ മകള് ശാരിക. ഹൃദയശ്രീ ഹോട്ടലിന്റെ മുതലാളി. ഉഷ നേരെ ഇങ്ങോട്ട് പോകുന്നു. ശാരികയോട് കാര്യം ചോദിക്കാൻ. പുറത്ത് 4 പേര് അറിഞ്ഞാൽ നാണക്കേടാവൂന്ന് കരുതി ആ കേസ് ഒതുക്കിയത് ആരാണ്? ആരാ ബാലേന്ദ്ര? നമ്മുടെ ശാരദാമ്മ. ശാരദാമ്മയോ? പിന്നെ പിന്നെ ഉഷ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്തിനാന്നാ? എടുത്തോ പോയാലോ പെരുന്നാൾ മെഴുകുതിരി എത്തിക്കാനോ? ഉഷ ഇടയ്ക്കിടെ ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്നത് ഞാൻ കാണാറുള്ളതാ. അതാ ഞാൻ പറഞ്ഞത്. ബാലചന്ദ്രൻ ഇപ്പൊ കളിയിൽ നിന്ന് ഔട്ടായല്ലോ. എന്നെ ഇവിടെ കരുവാക്കുവാണെന്നേ ഞാൻ അറിയാൻ വൈകിപ്പോയി. ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഹോട്ടലിൽ ഇവിടെ കത്തിച്ചാലെന്താ? ശാരദാമ്മയുടെ കുടുംബശ്രീയുടെ കയ്യിലോട്ട് കിട്ടിയില്ലേ? അമ്മയും മക്കളും ഒടുവിൽ ഒന്നായപ്പോ ശാരികയ്ക്ക് കച്ചവടം മൊത്തം ലാഭം. അപ്പൊ എനിക്ക് എന്റെ കാശ് കിട്ടണ്ടായോ? അതുള്ളതാ. ഇവളുടെ പഞ്ചാര വാക്കും ഇടയ്ക്കുള്ള മുട്ടലും തട്ടലും കൊണ്ട് ഞാനതങ്ങ് വിട്ടുകളയാവുന്ന എവള് വിചാരിച്ചത്. കാശ് തിരിച്ചു വേണമെന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞപ്പോ എവൾ എന്നോട് പറഞ്ഞെന്താന്ന് അറിയാവോ? ബാലേട്ടന് ആ കാശ് നഷ്ടമൊന്നും വരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ആരും ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് ഇറങ്ങിക്കോളാൻ. അതുമല്ലെങ്കിൽ സൗകര്യം പോലെ ഇവൾ അങ്ങോട്ട് വന്നോളാം. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ. നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എഴുന്നേക്കട പട്ടി അവിടുന്ന്. ഇല്ലെങ്കിലേ നീ എന്തോ ചെയ്യോടി? ഇല്ലെങ്കിലോ? നിന്റെ കഴുത്ത് ഞാൻ താഴെ ഇടൂടാ പട്ടി. കാശ് മുടക്കാൻ അറിയാമെങ്കിലേ അത് ഈടാക്കാൻ എനിക്കറിയാടി. പട്ടി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്ന് മക്കളുടെ അമ്മയാ അവര്. 3 മക്കളുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നമ്മുടെ മോള് പറഞ്ഞിട്ടാ ഞാൻ. മോള് പറയുന്നതെല്ലാം നിങ്ങൾ ഉടനെ അങ്ങ് ചെയ്യൂ, അല്ലെങ്കിൽ തന്നെ അവക്ക് നിങ്ങളെ ശരിക്കും അറിയില്ലല്ലോ. എന്തായാലും നീ നേരിട്ട് കാണുന്നുണ്ടല്ലോ അവരെ. നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ, എനിക്ക് വേറെ അഭിപ്രായം ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്.
അതെ. ഇവളെ കണ്ട ഈ പറഞ്ഞ പ്രായമൊന്നും തോന്നില്ലല്ലോ. എടി, നീ അതിനും കൂടി എന്നെ കുറ്റം പറയാതെ. കയറി വരൂ. നമസ്കാരം കരുണേട്ടാ. നമസ്കാരം. നമസ്കാരം. ഇനി ഞാൻ വന്നത് എന്തിനാണ് ഇവർക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഗീതച്ചിക്ക് ജന്മനാ സംശയരോഗമാണ്. കരുണേട്ടൻ ഹോട്ടലിൽ നിന്ന് എന്ന അരമണിക്കൂർ പരിശോധനയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ? അത് പിന്നെ നമ്മുടെ യാമിനോടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ കാര്യമാ ശാരദാമ്മ ഉദ്ദേശിച്ചത്. അതും ഒരു കണക്കിനൊരു ഇന്റർവ്യൂ ആണല്ലോ. യാമിനോടെ പെണ്ണുകാണൽ ചടങ്ങിന് അത്യാവശ്യം അടുക്കള സഹായങ്ങൾ ചെയ്യാനാണല്ലോ ശാരദാമ്മയെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോ ശാരദാമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടല്ലേ? അതെ, അവിടെ അടുക്കള, ചെന്നോളൂ. നിക്ക്. നിങ്ങള് ഭർത്താവിന്റെ കൂടെയാണോ താമസം? അല്ല. അതെന്ത് പറ്റി? അത് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ബന്ധമുണ്ട്. വേറെ കല്യാണം കഴിച്ചോ? എന്നിട്ട് നിങ്ങളുടെ കഴുത്തിൽ താലി കാണുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ബന്ധമുള്ളത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു പുരുഷന് 2 ഭാര്യമാരാകാമെന്ന് അല്ലേ? അതല്ലല്ലോ, നമ്മുടെ മോളുടെ പെണ്ണുകാണൽ ചടങ്ങല്ലേ ഇവിടെ പ്രധാനം. ശാരദമ്മ അടുക്കളയിലേക്ക് ചെല്ലു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അജിത്തേട്ടാ, വേഗം അവളെ പിടിക്ക്, അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവള്. ശരിയാ, വേഗം വാ മാളു. ഇയാളാണോ ഗംഗയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെ. മോൾക്ക് ഇഷ്ടമായില്ലേ? ഇല്ല, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാൾ ഗംഗയ്ക്ക് ഒട്ടും ചേരില്ല. എന്താ മാളു ഇത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. മോളകത്ത് പോ. ഇല്ല, ഞാൻ പോവില്ല. ഇയാളാ പോവേണ്ടത്. ഇയാളെ ഇറക്കി വിട്. ലാളിച്ച് ലാളിച്ച് മാളുവിന് ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മോള് വാ, നമുക്കേ അകത്ത് പോയി കാർട്ടൂൺ കാണാം. ഇല്ല, ഞാൻ വരില്ല. ഗംഗ ഇയാളെ കല്യാണം കഴിക്കണ്ട. അഹി,
മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിന്നും മാളുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോ. ലോകം ഒരുപാട് മാറിയമ്മേ. ഇപ്പൊ കുട്ടികളും എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. മുതിർന്നവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ എന്തിനാ ആ കോള് കട്ടാക്കിയത്? നമ്മൾ സംസാരിക്കല്ലേ മോളെ. സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിനിടയില് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ല. കുട്ടിയായതിന്റെ മോക്കൊന്നും അറിയാത്തെ. അല്ല, നിങ്ങൾ ചീത്തയാ, എനിക്കറിയാം. മോളെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോ മഹി. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോ. വേണ്ട മഹി, അയാള് വേണ്ട. അയാള് ചീത്തയാ. എങ്ങനെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടണ്ട. മോള് കരയാതെ. മാളു, മോളെ, മാളു, മാളു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ കണ്ടപ്പോ എന്റെ സ്വന്തം മോള് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. മോൾക്ക് മുത്തശ്ശി ഒരു ശല്യവും ചെയ്യില്ല. ഇനി മോളെ കാണാതെ കഴിയാൻ വയ്യാഞ്ഞിട്ട. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചത് അത്ഭുതമായിട്ടാ ഞാൻ കാണുന്നത്. സ്വബോധം തിരിച്ചു വന്നതുപോലെയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് പറഞ്ഞതാ. കുട്ടി കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ ചില നടപടിക്രമങ്ങളുണ്ട്. പിന്നെ മനയിലേക്ക് മുത്തശ്ശിയെ കൊണ്ടുപോകേണ്ടത്. അത് മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചോളാം. ലച്ചുവിന്റെ അച്ഛനും അമ്മയും എന്തു പറയുമെന്ന് ആദ്യം വരട്ടെ. ഒരുപാട് കാലം മുത്തശ്ശി ജീവിച്ചു, ഒരുപാട് ജീവിതം കണ്ടു. മോളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് കണ്ടിട്ട് വേണം സമാധാനായി മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാൻ. മുത്തശ്ശി ഉപേക്ഷിച്ചു പോവല്ലേ മോളെ. മുത്തശ്ശി എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാനാവും? മുത്തശ്ശി ഞാൻ കൂടെ കൊണ്ടുപോവാം. പക്ഷെ അതിന് ചില നടപടികളൊക്കെ ഉണ്ട്. അതുവരെ മുത്തശ്ശി ഇവിടെ നിൽക്കണം. മോളെന്നെ ആശ്വസിപ്പിച്ചിട്ട് പോവാണോ? ഒരിക്കലുമില്ല. നാളെ വന്ന് മുത്തശ്ശിയെ ഞാൻ എന്റെ കൂടെ മനയിലേക്ക് കൊണ്ടുപോവാം. എന്താ, സന്തോഷായില്ലേ? മുത്തശ്ശി കാത്തിരിക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. മോളെ ഗൗരിനന്ദനെ, മുത്തശ്ശി, ഗൗരി നന്ദിനിയോ? ആരാ മുത്തശ്ശി അത്? എന്റെ മോളുടെ പേരാ അത്. മുത്തശ്ശിയുടെ പേര് ഓർമ്മയുണ്ടോ? മുത്തശ്ശിയുടെ തറവാട്ട് പേരെന്താ? അത് അത് മംഗലം, മാണിക്യമംഗലം. അത് തന്നെ, മാണിക്യമംഗലം. മഹാദേവൻ തമ്പി
അതാ എന്റെ ഭർത്താവിന്റെ പേര്. ഈശ്വരാ, ദക്ഷയുടെ അമ്മ. ആൺമക്കളോ? അത് ഗിരിമോനും ഗൗതം മോനും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ എനിക്കിവിടെ നിൽക്കാൻ പാടില്ലെന്നുണ്ടോ? എങ്കിൽ ഞാൻ പോയേക്കാം. എന്തിനാ സഞ്ജു ഇപ്പോഴിങ്ങനെ വിരോധം വെച്ച് എന്നോട് പെരുമാറുന്നേ? നിനക്ക് വേണ്ടത് എന്താ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അത് നിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. നീ അതിൽ ജയിക്കാൻ പോകുന്നു. ജീവിതത്തെ പറ്റി മാത്രം നീ ചിന്തിക്കുന്നില്ല. സഞ്ജുവിന്റെ കൂടെ ഒരു ജീവിതം തന്നെയാ എന്തിനേക്കാളും വലുതായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും സ്വാതിയെ തള്ളി മാറ്റി ആ സ്ഥാനത്ത് കടന്നു കയറാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരുമെന്ന് മാത്രമേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എന്നെ ഈ വിഷയം പറയാൻ മംഗലശ്ശേരിയിലേക്ക് വിളിച്ചത്. ഒപ്പം സഞ്ജു എന്നെ നാണം കെടുത്തി വിട്ടു. സഞ്ജു ഇനി എത്ര തന്നെ ശ്രമിച്ചാലും സ്വാതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞ പോലും നിങ്ങൾ തമ്മിലൊരു വിവാഹം ഉണ്ടാവില്ല. നീ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതിക്കൊരു മാറ്റം വന്ന അവൾ എന്നെ വിട്ടു പോവില്ല. അത് സഞ്ജുവിന്റെ സ്വപ്നം മാത്രം. വിവാഹത്തിന് ഇനി അധികം നാളൊന്നുമില്ല. സ്വാതി സഞ്ജുവിനെ ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അത് കതിർ മണ്ഡപത്തിലേക്കാവും. അവള് വന്നാ നീ എന്ത് ചെയ്യും? സ്വാതി ഇപ്പൊ മാലാഖയായി പറയുന്ന നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാ കൊള്ളാം. ഇവൻ ഇപ്പോഴും ജീവിക്കുന്നത് ആ പെണ്ണിനെ ഓർത്തു തന്നെയാണ്. അങ്ങനെ സ്വാതി താലികെട്ടിന് ഒരു നിമിഷം മുൻപെങ്കിലും കതിർ മണ്ഡപത്തിലേക്ക് വന്ന അമ്മുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുക തന്നെ ചെയ്യും. ഇനി സഞ്ജു എനിക്കൊരു വാക്ക് തരണം. സ്വാതി വന്നില്ലെങ്കിൽ എന്നെ ഭാര്യയായി അംഗീകരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ ഒരു മനസ്സുണ്ടാവുമെന്ന് ഇവിടെ വെച്ച് പറയണം. സ്വാതി വന്നില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റി നിനക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായില്ല? താലി കെട്ടിക്കഴിഞ്ഞ ഞാൻ നിന്റെ ഭർത്താവായി കഴിഞ്ഞില്ലേ? നിന്റെ കളിപ്പാവ. സ്വാതി പറയുന്നതിനല്ല വില കൽപ്പിക്കേണ്ടത്. അമ്മുവിന്റെ തീരുമാനങ്ങളാ എന്നെ ഭയപ്പെടുത്തുന്നത്. സഞ്ജു അമ്മുവിനെ പോലും അനുസരിക്കുന്നതിൽ കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നു. നമ്പീശിനെ ഇത് എത്ര നേരമായി വിളിക്കുന്നു. ഇയാള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെടുക്കുക? വർമ്മ സാർ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതല്ലേ മാഡം? അതിനുവേണ്ടിയുള്ള ഓട്ടോ ആയിരിക്കും. ആ സഞ്ജന എന്താ നിന്നോട് പറഞ്ഞത്? തുടക്കത്തിലെ സംസാരമൊന്നും ഞാൻ കേട്ടില്ല. ഈ വിവാഹം നടക്കില്ല എന്ന തോന്നൽ അവൾക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? പ്രയാസം എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ചില പരിഹാരങ്ങൾ എനിക്ക് ഉപദേശിക്കാൻ സാധിച്ചു വരും. അത് പറഞ്ഞോളൂ. മലമുകളിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഇല്ലേ, താലിഭാഗ്യം കാക്കുന്ന ക്ഷേത്രമാണെന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ആ നേർച്ച നിറവേറ്റാനായി അവിടെ പോയിരുന്നു. അവിടെ വച്ച് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച്
തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് മഹാദേവാ, നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവ് മരിക്കുമെന്നും താലിഭാഗ്യം നശിക്കുമെന്നും ആഘോര സ്വാമികൾ പറഞ്ഞതിനു ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ലമ്മ. അതിനുശേഷം വിശാൽ സാറിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാ സാറ് രക്ഷപ്പെട്ടത്. അതൊക്കെ കണ്ടപ്പോ എനിക്ക് പേടി കൂടി വരിക. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് പരിഹാരമാ ചെയ്യേണ്ടെന്നും എനിക്കറിയില്ല. മോളെ, മോക്കിപ്പോ വളരെ മോശ സമയമാണ്. അതുകൊണ്ടാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. മോള് സമാധാനിക്ക്. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. മോള് കാവിയുടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷയാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. യാതൊരു തടസ്സവും ഇല്ലാതെ ഈ നേർച്ച പൂർത്തിയാക്കിയാൽ എല്ലാ ആപത്തുകൾക്കും പരിഹാരമാവും. ഞാൻ ചെയ്യാം. എത്ര കഠിനമായ പരിഹാര മാർഗങ്ങളാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞ നേർച്ച പൂർത്തിയാക്കൂ. ഫലം താനേ വരും. അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആന്റി, അത് അവിടല്ലേ പാർവതി? ചേട്ടാ വണ്ടി നിർത്തേ. അവിടെ ഇവളെന്തായി കാണിക്കുന്നേ? ഇവളെന്തിനാ പിച്ച തട്ടുന്നേ? ഒരു കാവടിയുടെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ഭ്രാന്ത്. അല്ലാതെ എന്ത് പറയാനാ? ഇനി പളനി പോയി തല മൊട്ടയടിച്ചിട്ട് വരുവോ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു വീട്ടിലെ മരുമോളാ ഈ കൂത്ത് കാണിക്കുന്നേ. ചേട്ടാ, 1 രൂപ ഭിക്ഷ. അത് മാത്രോ? ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണും. അയ്യോ, ഇവളേതായാലും കുടുംബത്തിന് അപമാനം വരുത്തി വെക്കും. ഓ, ഇനി വരുത്തി വെക്കാൻ എന്തിരിക്കുന്നു? ഇപ്പൊ തന്നെ കുടുംബത്തിന്റെ മാനം കപ്പല് കേറിയില്ലേ? അയ്യോ, ആ, ഏതായാലേ വല്ലഭന് പുല്ലു ആയുധെന്ന് പറയുന്ന പോലെ ഇത് നമുക്കൊരു ആയുധമാക്കാം. ഇവള് പിച്ചെടുക്കുന്ന ഒരു വീഡിയോ കയ്യിലിരിക്കുന്നത് നല്ലതാ. അത് വെച്ച് നമുക്ക് ഇവക്കിട്ടൊരു മുട്ടും പണി കൊടുക്കാം. നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ ജാസ്മിൻ. എടുക്ക്. ഒന്ന് സൂം ചെയ്തേ. പോ. ചേട്ടാ, വണ്ടി എടുത്തോ. ആ ശരി.
എന്റെ ഉദയനൂരമ്മ ഭിക്ഷ യാചിച്ചു കിട്ടിയ 101 രൂപ കൊണ്ട് വാങ്ങിയ അരി കൊണ്ട് ഞാൻ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുക. അമ്മ എന്റെ ഈ പൊങ്കാല നിവേദ്യം സ്വീകരിച്ച് എന്റെ വിശാൽ സാറിനെ സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ജീവനെ കാത്തുകൊള്ളണേ ദേവി. മോള് കാവി ഉടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷയാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്നേഹത്തോടെ സമ്മാനം കൊടുക്കുമ്പോൾ വലിച്ചെറിയുന്നവരുമില്ല. ജീവിത സുഖം അനുഭവിക്കുക. ഓരോ നൈറ്റ് ഞങ്ങൾ നേടിത്തുടങ്ങാം. അതിന്റെ അഹങ്കാരമുണ്ട്. കണ്ടോ അമ്മേ, കണ്ടോ? ഇന്നലെ വരെ വാലാട്ടി നിന്നവള് അവസരം വന്നപ്പോ കുറച്ച് ചാടുന്നു. വാലാട്ടി നിന്നയാള് കുറച്ച് ചാടുന്നു. അങ്ങനെ പറഞ്ഞതിലൂടെ എന്നെ നായയുമായിട്ട് ഉപമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊട്ടും വിഷമമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ. വീട്ടിൽ ശത്രുക്കളും കള്ളന്മാരും കടന്നു കയറുമ്പോ ജീവൻ കൊടുത്തും വീട്ടുകാരെ രക്ഷിക്കുന്ന ജീവി. സന്തോഷമുള്ളൂ ഞാൻ അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞതിൽ. ക്ഷമിക്കണം, ജോലി സമയം. വർത്തമാനം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. സാധനം കിട്ടിയല്ലോ, കാശും തന്നു. ഒന്ന് മാറിത്തരണം. മാറിത്തരാം. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നറിയാമോ? വർമ്മ സ്പൈസസിലേക്കാ. ഇന്നു മുതല് ഇവളാ അവിടുത്തെ വൈസ് ചെയർപേഴ്സൺ. നീ ഇരുന്ന കസേര ഇനി ഇവൾക്കാ. അവിടെ എന്തെങ്കിലും തൂപ്പ് ജോലിയോ മറ്റോ ഉണ്ടെങ്കിൽ ഐശ്വര്യ അറിയിക്കും. വാ മോളെ. ഒരു മിനിറ്റ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്. ശ്യാമ ഇരുന്ന കസേരയിൽ ഇനി ഈ ദുഷ്ടയാണ് ഇരിക്കാൻ പോകുന്നത് അല്ലേ? കൊള്ളാം. ഭേഷ്. കമ്പനിയിൽ തൂപ്പ് ജോലിക്ക് ശ്യാമയെ ക്ഷണിച്ചു. മഹത്വമുള്ള ജോലിയാ തൂപ്പ് ജോലി. ചപ്പും ചവറും ഒക്കെ മാറ്റി ശുദ്ധമാക്കുന്ന ജോലി. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ കമ്പനി ഉണ്ടെങ്കിലല്ലേ തൂപ്പ് ജോലി കൊടുക്കാൻ പറ്റൂ. ഇവര് കമ്പനിയെ പൊളിച്ചു വിൽക്കും.
ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ഓഫർ തരാം. കമ്പനി കൈവിട്ട് പോയി ജീവിക്കാൻ ഗതിയില്ലാതാവുമ്പോ ഇവിടെ വന്നാ മതി, ഇവിടെ ജോലി തരാം. എന്റെയും കൂടി വിയർപ്പ് ആ കമ്പനിയിലുണ്ട്. ഞാനും അഖിൽ സാറും പുറത്തായിന്ന് പറഞ്ഞ് സന്തോഷിക്കണ്ട. ആ കമ്പനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങൾ വിവരം അറിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം, ഇത്രയും ഫയലാ മാഡം അർജന്റായിട്ട് ഓർഡർ ഇടേണ്ടത്. ഇത് രണ്ടും ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടാ, പ്രധാനപ്പെട്ടതാ. അപ്പൊ എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് ഒപ്പുവെക്കേണ്ടത് ഈ ഫയലുകളിലൊന്നില്ല, അല്ലേ ജിയം? അതെ മാഡം. എങ്കി ഇതിലൊന്നും അല്ല ഞാൻ ആദ്യം ഒപ്പിടാൻ പോകുന്നത്. പിന്നെ ഏതാ മാഡം? പുതിയൊരു ഫയല് ഓപ്പൺ ചെയ്യണം. അതേത് സബ്ജക്റ്റാ? ടെർമിനേഷൻ ലെറ്റർ. ആരെ പിരിച്ചുവിടാനാ മാഡം? ഈ കസേരയില് എനിക്ക് മുമ്പ് ഇരുന്നില്ലേ ശ്യാമ, ശ്യാമയുടെ സഹോദരനായ അരവിന്ദന്. അരവിന്ദനെ പിരിച്ചുവിടുക. അയ്യോ മാഡം, അയാൾക്ക് സ്പെഷ്യൽ പോസ്റ്റ് ആയിട്ടല്ലേ നിയമനം കൊടുത്തത്. അപ്പോ വിത്തൗട്ട് നോട്ടീസ് പിരിച്ചുവിടലും ആവാം. പക്ഷെ മാഡം പർമാ സാറിനോടൊക്കെ ആലോചിച്ചിട്ട് പോരെ. സാറ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഓർഡർ അനുസരിച്ചാ മതി. ജിയം, അരവിന്ദനെ വിളിക്കും. ശരി മാഡം. എടി ശ്യാമേ, നീ ഓഫീസിൽ നിന്ന് തെറിച്ചു. ഇതാ നിന്റെ ഏട്ടനും തെറിക്കും. ഗുഡ് മോർണിംഗ് മാഡം. സുഖാണല്ലോ അല്ലേ? ഓഫീസ് ജോലിയൊക്കെ നന്നായി പോകുന്നു. വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അനിയത്തി അനിയനും ഒക്കെ ഹാപ്പി അല്ലേ? എന്താ അരവിന്ദ? അല്ല, മാഡത്തിന് അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഒരു മിനിറ്റ്. ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ആ പ്രിന്റ് ഔട്ട് ഒന്ന് കൊണ്ടുവന്നേ. കേട്ടോ അരവിന്ദ, GMA കുറെ ഫയല് കൊണ്ടുവച്ചു. അതിലൊരു ഫയലിൽ ഒപ്പിട്ട് ഓഫീസ് ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചു. പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു. ഇതാണ് എന്റെ ആദ്യത്തെ ഉത്തരവ്. സന്തോഷത്തോടെ വാങ്ങിക്കോ. ഇതെന്താ മാഡം? വായിച്ചു നോക്ക്. അയ്യോ മാഡം, തന്റെ സേവനം ഇനി ഓഫീസിന് ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ ജീവന്റെ ജീവനെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ആനന്ദം അതെന്നിലിപ്പോ ഒരു സ്വപ്നം പോലെ നിറയുകയാണ്. രാധ, അവൾ സുഭദ്രയുടെ തുടർച്ചയാണ്. മേഘനാഥന്റെ സ്വന്തം.
കൊള്ളാം, നല്ല സ്വപ്നലോകം. നീ ഈ പറയുന്ന രാധ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പോലും നിനക്ക് ഇതുവരെ സാധിച്ചില്ല. നാട് നീളെ ഫോട്ടോ കൊടുത്തും കാശ് കൊടുത്തും ആളെ വെച്ചു. പക്ഷെ അവളെ ഒന്ന് കോടതി കണ്ട ശേഷം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നിന്നെ കൊണ്ട്? എവിടെയുണ്ടെന്ന് അറിഞ്ഞോ അവള്? അതിനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ ശൂന്യതയിൽ നോക്കി സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താന്ന് ചോദിക്കുക. ഓപ്പറേഷൻ സക്സസ്. ശത്രുവിന്റെ പാളയം നിരീക്ഷിച്ച് നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് ആക്രമണം ആരംഭിക്കാം. എന്തൊക്കെയാ മണിച്ചാ നീ പറയുന്നത്? ഇതെന്താ പട്ടാള ആക്രമണോ? പട്ടാളാക്രമണമല്ലമ്മേ, മേഘനാഥന്റെ ആക്രമണം. ഞാനിവിടെ ശൂന്യതയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. മണിച്ചനിലൂടെ നമ്മുടെ അന്വേഷണം തുടരുകയായിരുന്നു. ആരെ? അഡ്വക്കേറ്റ് വേണുഗോപാലിനെ. അയാളെയോ? ആ അതെ, രാധയെ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോട്ടോയുമായി തെരുവിൽ അറിയുന്നതിന് പകരം ആ വക്കീൽ വേണുഗോപാലിനെ കണ്ടുപിടിച്ച് അവനിലൂടെ അവളെ കണ്ടുപിടിക്കുന്നതാ. ഇപ്പോ അവൻ എവിടെയുണ്ടെന്ന് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവനിലൂടെ നമ്മൾ രാധയിലെത്തും. പിന്നെ അവന്റെ കൺമുന്നിലൂടെ ഞാൻ രാധയെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നോട് മത്സരിച്ച കോടതി വഴി അവൻ അവൾക്ക് വേണ്ടി നേടിയതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. മേഘനാഥന്റെ ഇനിയത്തെ സഞ്ചാരം അതിനു വേണ്ടിയിട്ടാ. മണിച്ച, നിങ്ങൾ നല്ലൊരു ജോത്സ്യനെ കണ്ടുപിടിക്കണം. വക്കീലിലൂടെ രാധയെ കണ്ടെത്തിയാലുടൻ ഞങ്ങളുടെ കല്യാണം. നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിച്ച് നമുക്ക് കല്യാണം നടത്താം. എന്റെ ഭഗവാനെ, കല്യാണം കഴിക്കാൻ മുഹൂർത്തം നോക്കുന്നോ? അതും പെണ്ണെവിടെയാണെന്ന് അറിയാതെ. കോട്ടയ്ക്കൽ മേഘനാഥന്റെ പറച്ചിലല്ലേ ഭവാനിയമ്മേ? വക്കീലിനെ ചിത്രവധം ചെയ്ത് കൊന്നിട്ടാണെങ്കിലും മേഘൻ സാറ് രാധയെ കണ്ടുപിടിക്കുന്നുള്ളൊരു ഉറപ്പാ. റെഡി ആയിക്കോ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഉടനെ തന്നെ ഒരു കല്യാണ സദ്യ ഉണ്ടാവും, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.